ഹലോ ഗൈസ്, എല്ലാവർക്കും മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ വളരെ കാര്യമായൊരു സംഭാവന നൽകാൻ സാധിച്ചില്ലെങ്കിലും ഒരു നേട്ടം, സച്ചിനെയും മറികടന്ന ഒരു നേട്ടം നേടിയിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പിട്ട് ക്രിക്കറ്റ് വാർത്തകൾ ഏറ്റവും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചെറിയ ഇന്നിങ്സുമായി ഇന്നലെ കാര്യമായ സംഭാവനയൊന്നും ഇന്ത്യക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും രോഹിത് ശർമ്മ സ്വന്തമാക്കിയത് വമ്പൻ റെക്കോർഡാണ്. കരിയറിൻ്റെ തുടക്കകാലത്ത് മധ്യനിരയിൽ ബാറ്റ് ചെയ്തിരുന്ന രോഹിത്തിനെ 2013 ചാമ്പ്യൻസ് ട്രോഫിയിൽ ധോണിയാണ് ഓപ്പണറായി പരീക്ഷിച്ചത്. പിന്നീട് ഇതുവരെ രോഹിത്തിന് ആ സ്ഥാനം നഷ്ടമായിട്ടില്ല. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ വലിയ സ്കോർ നേടാതെ താരം പുറത്തായിരുന്നു. എങ്കിലും ലോക റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. പാകിസ്ഥാനെതിരെ 15 പന്തിൽ 20 റൺസ് അടിച്ച രോഹിത് 3 4ഉം 1 6ഉം പറത്തിയ ശേഷമാണ് ഷഹീൻ ഷാ അഫ്രീദിയുടെ പന്തിൽ ബൗൾഡായി പുറത്തായത്. ഇതിനിടെ ഏകദിന ക്രിക്കറ്റിൽ ഓപ്പണർ എന്ന നിലയിൽ 9,000 റൺസ് തികച്ച രോഹിത് അതിവേഗം ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ബാറ്ററുമായി. ഇന്ത്യൻ ഇന്നിങ്സിലെ ആദ്യ ഓവറിൽ തന്നെ ഓപ്പണർ എന്ന നിലയിൽ 9,000 പിന്നിട്ട രോഹിത് നസീം ഷാ എറിഞ്ഞ അടുത്ത ഓവറിൽ 4ഉം 6ഉം പറത്തി പ്രതീക്ഷ നൽകിയിരുന്നു. ഓപ്പണർ എന്ന നിലയിൽ 181 ഇന്നിങ്സിൽ നിന്നാണ് രോഹിത് 9,000 റൺസ് എന്ന നാഴികക്കല്ല് പിന്നിട്ടത്. 197 ഇന്നിങ്സിൽ 9,000 റൺസ് പിന്നിട്ട ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കറുടെ റെക്കോർഡാണ് രോഹിത് ഇന്ന് മറികടന്നത്. ഓപ്പണറായി 231 ഇന്നിങ്സിൽ 9,000 പിന്നിട്ട സൗരവ് ഗാംഗുലിയാണ് ഈ നേട്ടത്തിൽ 3ാം സ്ഥാനത്തുള്ളത്. കരിയറിൻ്റെ തുടക്കകാലത്ത് മധ്യനിരയിൽ ബാറ്റ് ചെയ്തിരുന്ന രോഹിത്തിനെ 2013 ചാമ്പ്യൻസ് ട്രോഫിയിൽ ധോണിയാണ് ഓപ്പണറെ പരീക്ഷിച്ചത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ബംഗ്ലാദേശിനെതിരെ ആദ്യ മത്സരത്തിനിടെ ഏകദിന കരയിൽ 11,000 റൺസ് തികച്ച രോഹിത് അതിവേഗം ഈ നേട്ടം സ്വന്തമാക്കുന്ന രണ്ടാമത്തെ ബാറ്ററായിരുന്നു. വിരാട് കോഹ്ലിയാണ് ഈ നേട്ടം സ്വന്തമാക്കിയ ആദ്യ താരം. 269 മത്സരങ്ങളിലെ 261 ഇന്നിങ്സുകളിൽ നിന്നാണ് രോഹിത് 11,000 റൺസ് തികച്ചത്. 222 മത്സരങ്ങളിൽ 11,000 റൺസ് തികച്ചിട്ടുള്ള വിരാട് കോഹ്ലിയാണ് ഏറ്റവും കുറവ് മത്സരങ്ങളിൽ ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. ഏകദിനത്തിൽ 3 ഇരട്ട സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരമായ രോഹിത്തിൻ്റെ പേരിൽ 32 സെഞ്ചുറികളും 57 അർദ്ധ സെഞ്ചുറികളുമുണ്ട്. സമീപകാലത്ത് മോശം ഫോമിൻ്റെ പേരിൽ ഏറെ പഴികേട്ട രോഹിത് ന്യൂസിലാൻഡിനെതിരെയും ഓസ്ട്രേലിയക്കെതിരെയുമുള്ള ടെസ്റ്റ് പരമ്പരകളിൽ നിരാശപ്പെടുത്തിയിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ 2 മത്സരങ്ങളിൽ നിരാശപ്പെടുത്തിയ രോഹിത് 2ാം ഏകദിനത്തിൽ സെഞ്ചുറിയുമായി ഫോമിലേക്ക് മടങ്ങിയെത്തുന്നതിൻ്റെ സൂചനകൾ നൽകിയിരുന്നു. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ 41 റൺസ് അടിച്ച രോഹിത് ഇന്ന് 15 പന്തിൽ 20 റൺസുമായി മടങ്ങി. നന്ദി, നമസ്കാരം.